ഒരിക്കലും പ്രതീക്ഷിക്കാതെ എനിക്ക് വന്നതാണ്. കാരണം ഇങ്ങനൊരു മഞ്ജു ചേച്ചി ഇത് കാണുന്നോ അല്ലെങ്കിൽ അതിനൊരു വോയിസ് അയക്കുന്നോ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിന് സാറിന് ഉറപ്പായിട്ടും കൊടുക്കണം എന്ന് ആഗ്രഹിച്ച് തന്നെ വരച്ചതാണ്. അതിനു വേണ്ടിയിട്ട് തന്നെ വരച്ചതാണ്. എല്ലാം 5 മിനിറ്റ് രാവിലെ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത വർക്കാണ് 100 എണ്ണം. ചേച്ചി ഇത് പഠിച്ചിട്ടുണ്ടോ? ഇത് ചിത്രരചന അങ്ങനെ എന്തെങ്കിലും? ഒന്നും പഠിച്ചിട്ടില്ല. ദുബായിലെ ഒരു രാജാവാണ് ഖാലിദ് മുഹമ്മദ് ഷാ. അദ്ദേഹത്തിന്റെയാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായിട്ട് അദ്ദേഹം എനിക്ക് ഏൽപ്പിച്ച ആള് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് ഇഷ്ടമായിട്ടൊക്കെ പറയുകയൊക്കെ ചെയ്തല്ലേ. ഞാനിപ്പോൾ നിൽക്കുന്നത് കായംകുളത്താണ്. കായംകുളത്ത് ഗീതു ചേച്ചിയുടെ വീട്ടിലാണ്. ആ ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് അതിനകത്ത് ഒരു ചിത്രം കാരണം 3 റെക്കോർഡുകൾ കരസ്ഥമാക്കി. അന്നേരം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ തൃക്കടവൂർ ശിവരാജൻ. ഇപ്പോൾ ഇതാണ് ചേച്ചി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട് പടം. അപ്പം ചേച്ചി ബാക്കി കാര്യങ്ങളോ, ചേച്ചിയുടെ വീട് സ്ഥലം എങ്ങനെയാണ് ഇപ്പോൾ ചിത്രത്തിലേക്ക് എത്തിയത്? ഇപ്പം 3 റെക്കോർഡുകൾ എന്തോ കിട്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. ചേച്ചി അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. എൻ്റെ പേര് ഗീതു എന്നാണ്. ഞാനിവിടെ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തു നിന്നാണ് വരുന്നത്. ഇത് ഈ ഒരു പെയിൻറ്റിങ് ചെയ്തതിനാണ് 3 റെക്കോർഡുകൾ കിട്ടിയിട്ടുള്ളത്. അതായത് തൃക്കടവ് ശിവരാജാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, ഈ 3 റെക്കോർഡുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എത്ര നാളെടുത്താ ചേച്ചി ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത്? ഈ വർക്ക് 32 മണിക്കൂർ എടുത്തിട്ടാണ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തത്. ഇത് ഇതേക്കൂട്ടി ഇങ്ങനെ തന്നെ ഹാങ് ചെയ്ത് വരച്ചത്, അകത്ത് ഹാങ് ചെയ്തിട്ടാണ് ചെയ്തത്. ഹാങ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇതിനായിട്ട് തന്നെ പ്രിപ്പയർ ആയി ചെയ്തതാണോ ഈ വർക്ക്? ഇതിനെ അയക്കണം എന്നുള്ള രീതിയിൽ തന്നെ ചെയ്തതാണ്? അങ്ങനെ ചെയ്തതല്ല, ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ ടൈമിൽ കംപ്ലീറ്റ് ആയതുകൊണ്ട് എനിക്ക് റെക്കോർഡിന് അയക്കാം എന്ന് വെച്ചിട്ട് റെക്കോർഡിന് അയച്ചതാണ്. പിന്നെ ബാക്കി കുറച്ച് നല്ല രീതിയിലുള്ള പെയിന്റിങ്സ് ഈ ആർട്ടിസ്റ്റുകളുടെ മക്കളുടെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഇപ്പം ഞാനിതൊരു വീഡിയോ കണ്ടിട്ടാണ് വന്നത്. ഇപ്പം മഞ്ജു ചേച്ചി വിളിച്ചിട്ടില്ലേ? ഇന്നലെ മഞ്ജു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പിക്ക് കണ്ടിട്ടല്ലേ മഞ്ജു ചേച്ചി വിളിച്ചത്? ഹലോ ഗീതു, മഞ്ജു വാര്യറാണ്. അയച്ച ചിത്രം കണ്ടു, ഒരുപാട് നന്നായിട്ടുണ്ട്, വളരെ ഇഷ്ടമായി കേട്ടോ. ഉടനെ നേരിട്ട് കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഒരിക്കലും പ്രതീക്ഷിക്കാതെ എനിക്ക് വന്നതാണ്. കാരണം ഇങ്ങനൊരു മഞ്ജു ചേച്ചി ഇത് കാണുന്നോ അല്ലെങ്കിൽ അതിനൊരു വോയിസ് അയക്കുന്നോ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നല്ല രീതിയിലൊരു റെസ്പോൺസ് തന്നെ ആയിരുന്നു മഞ്ജു ചേച്ചി അടുത്ത് നിന്ന് കിട്ടിയതല്ലേ? അതെ, ഒരുപാട് നന്ദിയുണ്ട് മഞ്ജു ചേച്ചിക്ക്. ഇതൊന്ന് കണ്ടല്ലോ, അതുകൊണ്ട് വലിയ കാര്യം. പിന്നെ മിഥുൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് ഇപ്പം അതെ മിഥുൻ ചേട്ടൻ കണ്ടിട്ട് മിഥുൻ ചേട്ടന് ആ വീട്ടിൽ വരും എന്ന് പറഞ്ഞിട്ട് മിഥുൻ ചേട്ടന്റെ പ്രൊഫൈലിൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വന്ന ടൈമിൽ തന്നെ ഇപ്പോഴും 2-3 കോളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. റെഡ് എഫ് അങ്ങനെ ഒരുപാട് കോളുകൾ ഇപ്പോൾ വരുന്നുണ്ടല്ലേ. അങ്ങനെ ഓൾറെഡി അക്ക ഇപ്പൊ ഫേമസ് ആയി കഴിഞ്ഞു കേട്ടോ. അതെ, റെഡ് എഫ് എമ്മിന്ന് ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണൂർ റെഡ് എഫ് എമ്മിന്ന് ഓർക്കപ്പുറത്ത് വിളിച്ചതാണ്. പിന്നെ ആദ്യമായിട്ടൊക്കെ എന്നാ തുടക്കത്തിലെ ഇതിങ്ങനെ ഒരു കഴിവ് ഇങ്ങനെ ഇതായി വന്നത് എങ്ങനെയാ? ഫസ്റ്റ് പടം വരയ്ക്കുന്നത് അതോ അന്നോട്ടെ? ഫസ്റ്റ് ഞാൻ 10th പഠിക്കുന്ന ടൈമിൽ വരച്ചിട്ടുണ്ട്. അത് ചെറിയ കലണ്ടറിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചെറിയ പടങ്ങളൊക്കെ കലണ്ടറിലൊക്കെ നോക്കിയിട്ട് വരയ്ക്കുമായിരുന്നു. അപ്പൊ ഞങ്ങളെ ടീച്ചറൊക്കെ വിളിച്ചിട്ട് ഞങ്ങളെ അമ്മ എടുക്കലൊക്കെ പറഞ്ഞ് പഠിക്കാൻ വിട്. കാരണം ഞാൻ ഇങ്ങനെ ഷൈ ആയ ടൈപ്പ് ആയതുകൊണ്ട് കോമ്പറ്റീഷനിലൊന്നും പങ്കെടുത്തിട്ടില്ല. അല്ലാണ്ട് അവിടെ ചെന്ന് അല്ലാണ്ട് എനിക്ക് കാണുമ്പോൾ ഇഷ്ടം തോന്നുന്ന കുറച്ച് കലണ്ടറിലെ ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോസ് നോക്കിയിട്ട് ചാർട്ട് പേപ്പറിൽ അടുത്ത് വരയ്ക്കുന്നുണ്ട്. ഇപ്പം പെയ്ഡായിട്ട് ഇതേക്കൂട്ട് കളർ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഈ ഇങ്ങനെയുള്ള പെയിന്റിങ്സും കാര്യങ്ങളും എല്ലാം ഇപ്പം നമുക്കിപ്പം ഈ കല്യാണത്തിന് ഈ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ള ടൈപ്പിലല്ല കൂടുതലും ഒരുപാട് വന്നിട്ടുള്ളത് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് പുറത്തുകൊടുത്ത്. പിന്നെ ഞാൻ ഗുരുവായൂരിൽ എൻ്റെ മോൻ്റെ ചോറൂണിന് ഗുരുവായൂരപ്പൻ്റെ ഒരു പടം വരച്ചിട്ട് വലിയ സൈസിൽ ഈ ഒരു വലുപ്പത്തിലൊക്കെ കൊണ്ടുപോയി ഫ്രെയിം ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആര്യാലമ്മയ്ക്ക് ഒരു 3-4 മാസം മുമ്പ് ആര്യാലമ്മയുടെ പെയിന്റിങ് ചെയ്തിട്ട് അമ്മയ്ക്ക് അവിടെ കൊണ്ട് സമർപ്പിച്ചായിരുന്നു. ഈ മിഥുൻ ചേട്ടനൊക്കെ അത് കണ്ടിപ്പം ആ വീഡിയോ കണ്ടിട്ട് അത് ഷെയർ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് പുള്ളി വിളിക്കുകയെല്ലാം ചെയ്തോ?
വിളിച്ചിട്ടൊന്നും ഇല്ല. അല്ലാണ്ട് പിന്നെ എന്താ ലക്ഷ്മി മേനോൻ ചേട്ടന്റെ വൈഫ് അത് ഒരു വോയിസ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിൽ വരുന്ന ടൈമിൽ വന്ന് വാങ്ങാമെന്നും പറഞ്ഞിട്ടൊരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നല്ലേ. ആൾക്കാരൊക്കെ വന്ന് ഇവിടെ വാങ്ങണമെന്നാണ് ആഗ്രഹം അല്ലേ? അത് വന്നിട്ടാണെങ്കിലും ഒന്ന് വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ വന്ന് വാങ്ങണമെന്ന് ആഗ്രഹിക്കുമല്ലോ. നമ്മൾ ഇത്രയും അവരെത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ നമ്മൾ ആ പെയിന്റിങ് ചെയ്യണത്. അതെ അതെ. എന്റെ ദിലീപേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ദിലീപേട്ടന്റെ ആ ഒരു മോളുടെ ഫോട്ടോ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടം കൊണ്ടിട്ട് വരച്ചതാണ്. കുട്ടികളുടെ ഫോട്ടോ വരയ്ക്കാനാണല്ലോ ഇഷ്ടം. കുട്ടികളുടെ ഫോട്ടോ വരയ്ക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ ഒരു വേറൊരു ബേബി ഉണ്ടായിരുന്നു. അത് ഞാൻ ഫേസ്ബുക്കില് കിട്ടിയതാണ്. അത് എല്ലാരും പറഞ്ഞു അവരുടെ കുട്ടിയാണെന്ന് പറഞ്ഞു. ഈ കുട്ടിയാണ് അതല്ല അത് കാണുന്നവരൊക്കെ പറഞ്ഞു എന്റെ കുഞ്ഞാണ് എനിക്ക് തരുമോന്ന് ഒരുപാട് പേര് ചോദിച്ച ഒരു ഫോട്ടോ ആയിരുന്നു ഇത്. എനിക്ക് ഇതുപോലെ ഫേസ്ബുക്കിൽ കിടന്നിട്ട് ഈ ഒരു ഫോട്ടോ കണ്ടപ്പോ ഇഷ്ടം തോന്നിയിട്ടാണ് എടുത്ത് വരച്ചത്. കുട്ടികളുടെ ഒത്തിരി വരച്ചിട്ടുണ്ട്. പെയിന്റിങ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ ആണല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ പെയ്ഡ് വർക്ക് വരുന്നത് കുട്ടികളുടെ ചെയ്യാനാണല്ലോ. ഇതല്ലേ ചേച്ചി ചെയ്ത വർക്കുകളും കാര്യങ്ങളൊക്കെ? ഇത് നിങ്ങളുടെ MLA നിങ്ങളുടെ MP ഇതൊക്കെയാണ് ചേച്ചി ചെയ്ത വർക്കുകളും കാര്യങ്ങളും. ചേച്ചി ഇത് പഠിച്ചിട്ടുണ്ടോ? ഇത് ചിത്രരചന അങ്ങനെ എന്തെങ്കിലും? ഒന്നും പഠിച്ചിട്ടില്ല. അല്ല ഇങ്ങനെ അല്ലാതെ കളർ പെയിന്റിങ്സും എല്ലാം ഉണ്ടല്ലോ? എല്ലാം ചെയ്യുന്നുണ്ട്. മ്യൂറല് ചെയ്യുന്നുണ്ട്. പക്ഷെ മ്യൂറലിന്റെ എല്ലാം മ്യൂറലിന്റെ വർക്കൊന്നും എന്റെ കയ്യിൽ ഇരിപ്പില്ല. എന്റെ അനിയത്തി എടുത്തോണ്ട് പോയി. മ്യൂറലില് കുറെ ഉണ്ടായിരുന്നു. എന്റെ അനിയത്തി എടുത്തോണ്ട് പോയി. പിന്നെ കുറെ വിറ്റു. മ്യൂറലൊന്നും കയ്യിൽ ഇരിപ്പില്ല. മ്യൂറലും ചെയ്യുന്നതാണ്. ആണല്ലേ. അപ്പം കളർ പെയിന്റിങ്സ് ഒരുപാട് ഇവിടെ ഉണ്ട്. ഇതൊരു പരീക്ഷണമായിരുന്നു. ഏത്? കളർ പെൻസിലും ഗ്രാഫൈറ്റും കൂടെ ഒരു പരീക്ഷണം നടത്തിയതാണ് ഈ പെയിന്റിംഗ് അല്ലേ? കൊള്ളാം. എല്ലാം വളരെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. ഇതിനകത്ത് ഇത് ദിലീപേട്ടന്റെ മോളല്ലേ? ദിലീപേട്ടന്റെ മോൾ ഇപ്പോഴത്തെ മഹാലക്ഷ്മി അല്ലേ? ഇപ്പോഴത്തെ മോള് മഹാലക്ഷ്മിയാണത്. മണിച്ചേട്ടൻ ചേച്ചി മണിച്ചേട്ടന്റെ ഒരു പടം വരച്ചിട്ടുണ്ട്. ഞാനത് ഇപ്പഴും മോദിജിയുടെ ആണ്. ഇത് നമ്മുടെ ബഷീർ ഫാമിലിയാണ് അല്ലേ? ഇത് എന്റെ ചേട്ടന്റെ മോളാണ്. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ. ഇത് ഇതാണ് മണിച്ചേട്ടന്റെ പടം എന്ന് പറഞ്ഞത്. ഒരുപക്ഷെ പുള്ളി ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ആദ്യം ചിലപ്പോൾ ചേച്ചി വിളിക്കുന്ന മണിച്ചേട്ടനായിരിക്കും. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ അന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലേക്ക് വന്ന മണിച്ചേട്ടന്റെ മുഖമാണ്. കാര്യം ഇതും മിഥുൻ ചേട്ടന്റെ ഫസ്റ്റ് ടൈമിൽ വരയ്ക്കാൻ തുടങ്ങിയ ടൈമിൽ വരച്ചതാണ്. അതും കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ വരച്ചതാണ്. രണ്ടും കൊടുക്കണം. എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ രണ്ടും കൊടുക്കണം. എല്ലാം കൊടുക്കാൻ. ഇത് നമ്മുടെ പിണറായി വിജയൻ സാറിന്റെ പടമാണ്. ഇത് ഉണ്ണിമായ. ഇത് ഒരു ഗൾഫിലുള്ള ഒരു രാജാവാണ്. ഇത് പേളിമാനിയുടെ മോളല്ലേ? അതെ. അവർക്കൊക്കെ ചേച്ചി ഇത് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടോ? ഇത് അവർക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നമ്മള് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ ഒത്തിരി ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരല്ലേ, എത്ര പേരുടെ മെസ്സേജ് അവര് നോക്കാനാണ്. നമ്മള് മെസ്സേജ് നോക്കിയാലും അവരത് കാണണം. നമ്മുടെ ജഡായുവിന്റെ ജഡായുപ്പാറ
ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. പഴയ വർക്കാണ്. ഇനി ചേച്ചി അകത്ത് ഒരു പെയിന്റിങ്, നമ്മുടെ ഒരു പെയിന്റിങ്ങിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമുക്ക് ആ വർക്ക് കൂടെ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ചേച്ചി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പെയിന്റിങ്. ഇത് ഓൾറെഡി ഫിനിഷ് ആയല്ലേ? ഇത് ഫിനിഷ് ആയതാണ്. സുരേഷ് ഗോപി സാറും അദ്ദേഹത്തിന്റെ വൈഫുമാണ്. ഇതും പുള്ളി കണ്ടാൽ ഉടനെ ഇവിടെ വരും കേട്ടോ. പുള്ളി അങ്ങനെ ഉള്ളൊരു വലിയൊരു മനസ്സിന് ഉടമ തന്നെയാണ്. ഇത് സാറിന് ഉറപ്പായിട്ടും കൊടുക്കണം എന്ന് ആഗ്രഹിച്ച് തന്നെ വരച്ചതാണ്. അതിനു വേണ്ടിയിട്ട് തന്നെ വരച്ചതാണ്. ഇത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, പുള്ളി ഇവിടെ വന്ന് വാങ്ങിച്ചോളൂ. എനിക്ക് അതിന്റെ കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പ്. ഇവിടെ വന്ന് എന്തൊക്കെയാലും പുള്ളി വാങ്ങും. ഞാൻ കഴിഞ്ഞ ആഴ്ച കരുനാപ്പിളി എത്തിയിട്ടുണ്ട്. ഒരു എന്തോ ഒരു ഫംഗ്ഷന്റെ കാര്യത്തിനായിട്ട് പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുമ്പോ പുള്ളി അമ്പലത്തിലൊക്കെ പോകുന്നു. അല്ല, ഇത് കണ്ടാ അത് വേറെ ഫംഗ്ഷന്റെ കാര്യമൊന്നുമില്ല, പുള്ളി ഇതിനായിട്ട് തന്നെ വരും. ഞാനൊരു 5 മിനിറ്റ് ഒക്കെ രാവിലെ ഇരുന്നിട്ട് ചുമ്മാ ഒരു ട്രെയിനിങ് പോലെ 5 മിനിറ്റ് 10 മിനിറ്റ് എടുത്തിട്ട് കുറച്ച് നാനോ വർക്സാണ്. ഒരു 100 എണ്ണം ഉണ്ട്. വെക്കാനില്ലാത്തോണ്ട് പെട്ടിയിലാക്കി ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. മൊത്തവും പൂത്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. പെയിന്റിങ്സ് ഒന്നും വെക്കാനായിട്ട് സ്ഥലമില്ല പോലെ വരച്ച് ഇതെല്ലാം എങ്ങും വെക്കാനല്ല. ഇതൊക്കെ പെയിന്റിങ് ആണ്, ഒരുപാടുണ്ട്. ഇതെല്ലാം 5 മിനിറ്റ് എല്ലാം 5 മിനിറ്റ് രാവിലെ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത വർക്കാണ്. 100 എണ്ണം എല്ലാം കാണിച്ചു തരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബോറടിക്കും. കൊറേ ഉണ്ടല്ലേ? ഇതെല്ലാം വാട്ടർ കളറാണ്. ഇതെല്ലാം ആക്രിലിക് ചെയ്ത വർക്കുകളാണ്. 10 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് വരച്ചെടുക്കാൻ പറ്റുമോ? രാവിലെ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു പടങ്ങളല്ലേ. കോവിഡിന്റെ ആ ഒരു സിറ്റുവേഷൻ വരച്ചേ. അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് എടുത്ത് ചെയ്തല്ലേ? കൊള്ളാം, അടിപൊളി. ഞാൻ അടിപൊളി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വെറുതെ. ഇതെല്ലാം അങ്ങനെ ചെയ്തതാണ്. ഇതെന്ത് ബോർഡിലാ ചെയ്തേക്കണേ? ക്യാൻവാസ് ബോർഡ്. ഇത് വെക്കാനുള്ള ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ സെയിലിനുള്ളതാണോ? ചെയ്യോ? ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആരും ചോദിച്ചു വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇതുവരെ സെയിൽ ചെയ്തിട്ടില്ല. നമ്മളൊരു ആർട്ട് ഗാലറിയിൽ നിന്ന് വാങ്ങുന്ന പെയിന്റിങ്സിന്റെ അതേ ക്വാളിറ്റി ആണത്. നാനോ വർക്കാണ്. ആണല്ലേ? അപ്പൊ കുട്ടികൾക്ക് ഇതേക്കൂട്ട് എന്തെങ്കിലും പഠിപ്പിക്കാനായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ താല്പര്യമുണ്ടോ? അതായത് ട്യൂഷൻ പോലെ എന്തെങ്കിലും? കുറെ പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട്, പഠിപ്പിക്കാമോ, ട്യൂഷൻ എടുക്കാമോ എന്ന്. കുറെ സ്റ്റുഡൻസ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഓൺലൈൻ ക്ലാസ് പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുമല്ലേ? അപ്പൊ ഇനി ഒരുപാട് പടങ്ങൾ വരയ്ക്കാൻ പറ്റട്ടെ. എല്ലാവരും ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാവരും ഇവിടെ തന്നെ വന്ന്, ഇവിടെ മാത്രമല്ല അങ്ങ് ദുബൈയിലും ഉണ്ട്. ഇതാരെ ദുബായ്? ഇത് എനിക്കിതുപോലെ ഒരു വർക്ക് കിട്ടിയതായിരുന്നു. ഇത് ദുബായിലെ ഒരു രാജാവാണ്, ഖാലിദ് മുഹമ്മദ് ഷാണ്. അദ്ദേഹത്തിന്റെ ആണ്. അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമായിട്ട് അദ്ദേഹം എനിക്കിത് ഏൽപ്പിച്ച ആള് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് ഇഷ്ടമായില്ലൊക്കെ പറയുകയൊക്കെ ചെയ്തല്ലേ? അപ്പൊ എല്ലാരും ഇവിടെ തന്നെ വന്ന് വാങ്ങട്ടെ, ചേച്ചിയുടെ ആഗ്രഹം നടക്കട്ടെ. ഇനി ഒരുപാട് പടങ്ങൾ വരയ്ക്കട്ടെ. ഇനി ഗിന്നസ് ബുക്കിലോട്ടൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ? ഉറപ്പായിട്ടും കിട്ടും. ഇത്ര അംഗീകാരങ്ങൾ കിട്ടിയില്ലേ? അപ്പൊ ഗിന്നസ് ഒന്നും വലിയ കാര്യം ഉടനെ കിട്ടട്ടെ. ഞാൻ ആഗ്രഹിച്ചു. അതിന്റെ കുറച്ച് ടെൻഷൻ ഉണ്ട് ചെയ്യണമെന്നുള്ളതിന്റെ. പിന്നെ കൊടുത്തിട്ടേക്കാണ് അത്, ബാക്കി അവരുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ അവർ പറയും. എന്തായാലും ഉറപ്പായിട്ടും ചെയ്യണം. നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട്, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ ഇത്രത്തോളം വലിയ ദൈവാനുഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എന്നാലും ഉറപ്പായിട്ടും കിട്ടും തന്നെ. അപ്പോൾ ഇത്രത്തോളമാണ് ചേച്ചിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഇതുവരെയുള്ള. ഇനി ഒരുപാട് വിശേഷങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുക, അതിനിടയ്ക്കൂടെ എന്നോട് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. പിന്നെ ഇവിടെ ബഹളം വല്ലതും ഉണ്ടെങ്കിൽ ഇവനാണ് കേട്ടോ, കാരണം ഇവൻ്റെ ബഹളമാണ് ഇവിടെ കേൾക്കുന്നത്.